ലോകം മുഴുവൻ സുഖം പകരാനായി ഭൂമിയിൽ അവതരിച്ച ശബ്ദം നിലച്ചു. സംഗീത വിസ്മയം എസ് ജാനകി ഇനി ഓർമ്മകളിലെ മായാത്ത സ്വരം. മൈസൂരു ബൊക്കാദി സെക്കൻഡ് സ്റ്റേജ് നോർത്തിലെ വീട്ടിൽ കുഴഞ്ഞു വീണ ജാനകിയെ ഇന്നലെ ഉച്ചയ്ക്ക് അപ്പോളോ ബീച്ച് ആശുപത്രിയിലാക്കിയിരുന്നു. രാത്രി 7:30 അന്ത്യം. ജനുവരിയിൽ ഏകമകൻ മുരളി കൃഷ്ണയുടെ മരണശേഷം ചെറുമകൾ അപ്സര വൈദ്യുലയ്ക്കൊപ്പമായിരുന്നു താമസം. 20ഓളം ഭാഷകളിൽ 20,000-ലേറെ പാട്ടുകളുമായി ഹൃദയങ്ങൾ കീഴടക്കിയ വാനമ്പാടി 2017 ഒക്ടോബറിൽ 79-ാം വയസ്സിലാണ് പൊതുവേദിയിൽ നിന്ന് വിരമിച്ചത്. തൊട്ട് തലേവർഷം പുറത്തിറങ്ങിയ 10 കൽപ്പനകളിലെ അമ്മ പൂവിന് എന്ന താരാട്ടാണ് അവസാനമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനം. ആന്ധ്ര കുണ്ടൂരിലെ ആയുർവേദ ഡോക്ടർ തിസ്തില രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23-നാണ് ജനനം. ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത് നാടക കലാകാരനായ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ മകൻ വി രാമപ്രസാദുമാണ്. ജാനകിയും രാമപ്രസാദും 1958 വിവാഹിതരായി. 1997 അദ്ദേഹം മരിച്ചതോടെ സംഗീത രംഗത്ത് നിന്ന് മാറി നിന്ന ജാനകിയെ ആരാധകർ നിർബന്ധിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നു. 1957 19-ാം വയസ്സിൽ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകി ജോലി നേടി. ആ വർഷം തന്നെ പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിന് വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് തുടക്കം. തുടർന്ന് മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടാൻ കരാറുമായി. 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എന്ന ഗാനത്തിലൂടെ മലയാളത്തിലെത്തിയ ജാനകി കേരളത്തിന്റെ സ്വന്തം ശബ്ദമായി. മലയാളത്തിൽ മാത്രം 1200-ലേറെ പാട്ടുകൾ. മിക്ക സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് സ്വരമായെങ്കിലും ബാബുരാജിന്റെ ഗാനങ്ങളിലൂടെയാണ് ആസ്വാദക മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാത്തവർ സിനിമകളിലെ അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾ അനായാസം ആലപിച്ചു. കൗമാരത്തിൽ ബാധിച്ച ആസ്മയെ അതിജീവിച്ചാണ് ജാനകി അതിമധുരമായി ഗാനങ്ങൾ ആലപിച്ചത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ കൊച്ചുമകൾ അപ്സര വിധുലിയാണ് മരണവിവരം പങ്കുവച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 40,000-ലേറെ പാട്ടുപാടിയ അപൂർവ ഗായികയാണ് ജാനകി. 17 ഭാഷകളിൽ ജാനകി പാടി. 2013 രാജ്യം പത്മഭൂഷൺ പ്രഖ്യാപിച്ചെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് അവർ അത് നിരസിച്ചു.